ഇപ്പം എല്ലാ കുട്ടികൾക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ അവർ ഭയങ്കര പിറകോട്ടാണ്. പണ്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പം എന്തിനും അവർ റെഡിയാണ്. അവർക്കൊരു മാനസിക പിന്തുണ ഫുൾ, അവർക്കൊരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് സൂയിസൈഡ് ചെയ്യുന്ന പിള്ളേരാണ്, സെൻസിറ്റീവാണ്, വായന കുറവാണ്. എന്തെങ്കിലും അവർക്ക് ഒരു നമ്മൾ പഠിക്കുന്ന സമയത്ത് ലൈബ്രറി പോവുക, ബുക്ക് എടുക്കുക, അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ വേണ്ടി നമ്മൾ റിസർച്ച് ചെയ്യും. ഇപ്പം നേരെ പോവുക, ChatGPT നോക്കുക, എന്താണെന്നുള്ള ആൻസർ വരും, അത് ബുക്കിലേക്ക് പകർത്തുക. വായനയില്ല, ചിന്താശേഷിയില്ല, സിലബസിലുള്ളത് പഴയ സാധനങ്ങൾ, അവർക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ, ഒരു തൊഴിൽപരമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ സാറ് പറഞ്ഞു CBSE 3 ലാംഗ്വേജ്, തദ്ദേശീയ സ്വയംഭരണ ഇന്ത്യൻ ലാംഗ്വേജ് ആണ് CBSE എടുക്കേണ്ടത്. 9ാം ക്ലാസ് മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സാമിന് അതൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കൂല. 3 ലാംഗ്വേജിൽ 2 ലാംഗ്വേജ് പ്രധാനമായിട്ടും പഠിക്കണം. ഈ ലാംഗ്വേജ് പഠിക്കുന്നത് LKG മുതൽ ഇംഗ്ലീഷ് പഠിച്ചവർക്ക് ഇപ്പം നന്നായിട്ട് പ്രൊണൗൺസിയേഷൻ ചെയ്യാൻ അറിയില്ല, നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ അറിയില്ല. എങ്കിൽ എന്തുകൊണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇവിടെ കൂണ് പോലെ മുളയ്ക്കുന്നു? അപ്പോൾ ഈ 9ാം ക്ലാസ്സിൽ അവർ പുതിയ ലാംഗ്വേജ് കൊണ്ടുവരുമ്പം പിള്ളേർക്ക് അത് പഠനഭാരം കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഗുണം ഉണ്ടാകാനും പോകുന്നില്ല, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുകയാണ്. ലാംഗ്വേജ് പഠിക്കുന്നത് നല്ലതാണ്. ലാംഗ്വേജ് സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് ഏത് രാജ്യത്ത് പോകാം, എന്ത് ജോലിയും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ ലാംഗ്വേജ് പഠിക്കേണ്ടത് LKG മുതൽ സ്റ്റാർട്ട് ചെയ്യണം. മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജ് ഓക്കെ ആണ്. അല്ലാതെ ഈ 9ാം ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് ലാംഗ്വേജ് പഠിക്കുമ്പോൾ 9ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ടൈമാണ് 9ാം ക്ലാസ്. ഇപ്പം പഠനഭാരം കൂടുതലാണ്. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെയാണ് പിള്ളേരെ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ എഡ്യൂക്കേഷൻ